എന്താ സംഗതി കിട്ടി പരിപാടി അങ്കലോടി പോയോ ആരപ്പോ ശ്രീകുട്ടൻ ഇത് മഞ്ഞുകുട്ടൻ ഇതൊരു ഉണ്ണിക്കുട്ടൻ ഇത് കുഞ്ഞാവ അത് ഉണ്ണിക്കുട്ടൻ ഞാൻ ദീപമ്പടി മലപ്പുറം നേരിട്ടെടുക്കുന്ന തേനകത്ത് തേനീച്ചയുടെ ഒരുപാട് വേസ്റ്റ് മെഴുക് വെള്ളമൊക്കെ കൂടുതലായിരിക്കും. ഇതെല്ലാം എടുത്ത് മാറ്റിയാലേ പ്യുവറായിട്ടുള്ള ഹണി കിട്ടുള്ളൂ. സോ ഇവിടുന്ന് നമ്മൾ ഫിൽട്രേഷൻ ചെയ്തിട്ട് തേനകത്തുള്ള വേസ്റ്റ് മെഴുകും എടുത്ത് മാറ്റും. നല്ല തേൻ പൈപ്പ് കണക്ട് ചെയ്ത് ഈ ഒരു ബോക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത്രയും അളവിൽ തേനായിരിക്കും. ഈ ഡെസ്ക് 1 മിനിറ്റിൽ 3 പ്രാവശ്യം കറങ്ങും. ചൂട് കാറ്റ് കൊടുക്കും. തേനൊക്കെ താഴെ ഈ ഡെസ്കിലൂടെ ഒഴുകി ഇറങ്ങും. തേനകത്ത് നീരാക്കിയിട്ട് എക്സോസ്റ്റ് വഴി അവസാനം നമുക്ക് പ്യുവർ കോൺസെൻട്രേറ്റഡ് ഹണി ആയിട്ട് കിട്ടും. ഈ തേൻ ഒരിക്കലും എക്സ്പയർ ആവില്ല. എത്ര വർഷം വേണമെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ട് ഉപയോഗിക്കും. ശുദ്ധീകരിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ വന്നതിന് ശേഷം മറ്റേ തേനീച്ചകളെ എങ്ങനെ ഇൻഫോം ചെയ്യാൻ വെച്ചാൽ വലത്തോട്ടും നേരത്തോട്ടും കാണും. അതിനർത്ഥം പൂക്കൾ അടുത്ത് തന്നെ ഉണ്ടാകും. നമ്മൾ ലീഡറിനെ കണ്ടു, റാണി തേനീച്ച. ഒരു റാണി മാത്രമേ ഒരു കൂട്ടിലുണ്ടാവുള്ളൂ. റാണി മാത്രമേ മുട്ട എടുക്കും. ഒരു ദിവസം 2000 മുട്ടകളായിട്ട് റാണി തേനീച്ച എടുക്കും. മുട്ട ഇട്ട് കഴിഞ്ഞാൽ ലാർവയാവും. ലാർവയിൽ നിന്ന് പ്യൂപ്പയാവും. പ്യൂപ്പിൽ നിന്നാണ് തേനീച്ചയാവുന്നത്. എത്ര ദിവസം എടുക്കുന്നത്? ഇതിനെടുക്കുന്ന സമയം 21 മുതൽ 25 ദിവസം വരെയാണ് പൂർണ്ണ ആവശ്യമായിട്ട്. ഇതിന്റെ ഈ കുട്ടികളെ കാലാവധി എത്ര? ആൺ തേനീച്ചയും പെൺ തേനീച്ചയും 90 ദിവസം വരെ ജീവിക്കും. റാണി മാത്രം 3 മുതൽ 4 വർഷം വരെ ജീവിക്കും. അപ്പൊ ഈ 3 മാസമായ ാണ് റാണിനെ സെലക്ട് ചെയ്യുന്നത്. കൂട്ടിൽ ഒരുപാട് ലാർവകൾ ഇതേപോലെ ഉണ്ടാവും. എല്ലാ ലാർവയുടെ തലയിലും ഒരു ലിക്വിഡ് ഫോം ചെയ്യുന്നുണ്ട്, റോയൽ ജെല്ലി എന്ന് പറയും. പക്ഷെ അതെല്ലാ ലാർവയുടെയും തലയിലുണ്ടാവും. വലിയ തേനീച്ച എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കൂട്ടിൽ 90% പെൺ തേനീച്ചകളായിരിക്കും. അവരാണ് കൂട്ടിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. ആ പെൺ തേനീച്ച വന്നിട്ട് ഈ ലാർവയുടെ തലയിൽ നിന്ന് ആ റോയൽ ജെല്ലി സക്ക് ചെയ്തെടുക്കും, വലിച്ചെടുത്തിട്ട് ശേഖരിച്ചു കൊടുക്കും. 2 വേറെ ലാർവ സെലക്ട് ചെയ്ത് കൊടുക്കും. അതിലേക്ക് കളക്ട് ചെയ്ത റോയൽ ജെല്ലി ഫീഡ് ചെയ്ത് കൊടുക്കും. സോ ഈ 2 ലാർവയും റോയൽ ജെല്ലി കഴിച്ചിട്ടായിരിക്കും വളരുന്നത്. ആദ്യം ആരാണോ പുറത്തേക്ക് വരുന്നത് അതായിരിക്കും റാണി. റോയൽ ജെല്ലി ആർക്കാണോ കിട്ടുന്നത്, ആരാണോ അത് കഴിച്ചിട്ട് ആദ്യം പുറത്തേക്ക് വരുന്നത് അതായിരിക്കും റാണി. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ റാണി ചിലപ്പം വരും പുറത്തേക്ക്. അപ്പോൾ ഇവർ 2 പേരും മത്സരിക്കും. ഫൈറ്റ് ചെയ്തിട്ട് ആരാണോ ജയിക്കുന്നത് അത് റാണിയായിട്ട് നിലനിൽക്കും. തേനീച്ച കൃഷിയായിട്ട് ആദ്യം ആരംഭിക്കുന്നത് അമേരിക്കയിലാണ്. 1800കളിൽ തുടങ്ങിയ വ്യക്തിയാണ് തേനീച്ച കൃഷിയുടെ ഫാദർ. തേനീച്ചകളെ കുറിച്ച് പഠിക്കുന്ന പഠനത്തിന്റെ പേര് എപ്പികൾച്ചർ. ഇതൊരു ഗുഹാചിത്രമാണ്. ഉദ്ദേശിക്കുന്നത് 30,000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന പ്രാചീന മനുഷ്യര് കാട്ടിൽ നിന്ന് തേൻ ശേഖരിച്ച് കഴിച്ചിട്ടുണ്ട് എന്നതിനൊരു തെളിവ്. ഈ ചിത്രത്തിന്റെ ഒറിജിനൽ സ്പെയിനിലാണുള്ളത്. അതിൻ്റെ ഒരു റിക്രിയേഷൻ ആണ്. പിന്നെ കേരളത്തിലെ പ്രധാന വയറിൽ ഹണി സ്റ്റൊമക്കിലേക്ക് എത്തുന്നത്. എന്നിട്ട് അത് ആ ഷുഗർ കോമ്പണന്റ് ബ്രേക്ക് ചെയ്യും. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഷുഗറാണത്. അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻസൈം, അമിനോ ആസിഡ്, വിറ്റമിൻസ്, മിനറൽ ഫാനിങ് ആണ് അവിടെ നടക്കുന്നത്. സോ ആ ഫാനിങ്ങിന് ശേഷം തേനിൻ്റെ ചൂട് കുറയും ചെയ്യും, വെള്ളം നീരാവായിട്ട് പോവുകയും ചെയ്യും. ഇത്രയും പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് നമുക്ക് തേൻ കിട്ടുന്നത്. അവർ ഈ അറകൾ സൂക്ഷിച്ചു വെക്കും. അവരെന്തിനാ അങ്ങനെ സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മഴക്കാലത്തും മഞ്ഞുകാലത്തും പൂക്കളുടെ ലഭ്യത കുറയും. ആ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവർ തേൻ എടുത്തു വെക്കുന്നത്. അവരുടെ ഫുഡാണ് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട്. പക്ഷെ അത് നമ്മൾ തടിച്ചു മാറ്റും. നമ്മൾ അവർക്ക് വെച്ചിട്ടേ കിട്ടും. അല്ല, നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ പിടിക്കുമ്പോഴേ അങ്ങോട്ട് പോയി. ഇപ്പോൾ ഒരു റാണി ആയിരിക്കും, ഇത് നീണ്ട് ചെറുതല്ല, ചെറുതായിട്ട് വെച്ചിട്ടാണ് കൂടുണ്ടാക്കുന്നത്. ഈ റോയൽ ജെല്ലി ഇല്ലേ, റോയൽ ജെല്ലി നമ്മളും എടുത്തിട്ട് നമുക്ക് കഴിക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അത് 20 ഗ്രാമിന് 2600
അത് തേനീച്ചകളെ തലയിലുണ്ട് ഉണ്ടാകും. യൗവനം നിലനിർത്താനും പിന്നെ സ്കിന്നിന് ഹെയറിന് ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. തേനീച്ചയുടെ അത് ഉരുക്കിയിട്ട് എടുക്കുന്നതാണ്. ഇത് വെച്ച് നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീം, ലിപ് ബാം, സോപ്പ്, കാൻഡിൽസ് ഒക്കെ ഉണ്ടാക്കാം. ഇത് നമ്മളെ ഈ ഇതിലല്ലോ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കാണ് കഴിക്കുന്നത്. അധികം കഴിക്കാൻ ഇതിപ്പോ ഇങ്ങനെ പലക ആക്കി വെച്ചതാണ്. നമ്മൾ ഉരുക്കിയെടുത്തതാണ്. നമുക്ക് ടോട്ടലി 20,000 സ്പീഷീസ് ഉണ്ട് തേനീച്ചകൾ. 11 റെക്കഗ്നൈസ് ചെയ്ത് സെഡേറ്റീവാണ്. തേനീച്ച ഒന്ന് ഉറങ്ങും, മയങ്ങും, അപ്പോൾ കുത്തൊന്നും കൊള്ളാണ്ട് നമുക്ക് മറ്റൊന്നും ഒരേ പൂക്കൾ പല പൂക്കൾ നിൽക്കുന്നതിനാണ് കാട്ടിൽ. അത് പല പൂക്കൾ നിൽക്കുന്നതാണ്. അത് തേനീച്ചയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. ഫോറസ്റ്റിനുള്ള നാട്ടിൽ ചെറുതിനാണ് ഫോറസ്റ്റ് ഉണ്ടാവും. കൃഷി സമയത്ത് പിന്നെ ഉച്ചത് അത് പല പൂക്കൾ മണ്ണിൽ നദിയിലേക്കാണ്. ഇതാണ് നമുക്ക് സ്ഥിരമായി എല്ലാവരും കഴിക്കുന്നത്. കാടുതേന് എനർജി പവർ ബൂസ്റ്റ് ചെയ്യാൻ, ക്ഷീണം കുറയ്ക്കാൻ, ജോയിന്റ് പെയിൻ കുറയാനൊക്കെ നല്ലത് കാട്ടുതേനാണ്. ഇതാണ് ഫോറസ്റ്റ്. ഇപ്പോൾ വയനാട് ഫോറസ്റ്റാണ് ഒന്നാമത് ഏറ്റവും കൂടുതൽ പൂക്കളുള്ളത്. വയനാട് ഫോറസ്റ്റ് ടേസ്റ്റ് ചെയ്യാട്ടോ. അപ്പോൾ ആയിരക്കണക്കിന് പൂക്കളുണ്ട്. രാവിലെ വെറുമാറ്റി കഴിഞ്ഞു. മസാജ് ചെയ്യണം. മസാജറോ ഞാൻ സിംഗിൾ പസഞ്ചർ നമുക്കറിയില്ല. ഇതിൻ്റെ പെണ്ണുങ്ങളെ സ്വർണ്ണൊക്കെ ലോക്കലിൽ വെച്ചൊക്കെ എടുത്ത് കൊണ്ടുവന്നതിൽ വെച്ചാണ് പ്രശ്നം ചെയ്യും. പാളയനോടൊക്കെ പാളയനോട് ഉണ്ടാക്കിയതാണ്. സോപ്പ് വെക്കാണ്. ഹണി സോപ്പ് തേനോട് ഉണ്ടാക്കിയ സോപ്പ് 75 രൂപ. പിയേഴ്സിൻ്റെ സ്മെല്ലാണ്. തേൻ്റെ സ്മെല്ല് പിയേഴ്സാണ് സ്മെല്ല്. എന്താണ് ബിയർ ഗ്ലാസ് അല്ലേ?
കോഫി പൗഡർ, ടീ പൗഡർ ഒക്കെ ഇടാൻ പറ്റുന്ന പാത്രം. ഗ്ലാസുകൾ പലതരം. ഈ ഗ്രാമഫോൺ പാട്ട് പാടുമ്പോൾ ആവാം. പെട്ടി ഒരു വള ഇടാം, ഒരു വളേൻ്റെ പൈസ കൊടുത്താൽ മതി. ടിഷ്യൂ പേപ്പർ ഇങ്ങോട്ട് വിവിധ തരം മസാജ് ചെയ്യുന്ന സാധനം. പിന്നെ ഉരുള ഇതൊക്കെ മസാജ് ചെയ്യണതാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 220. ഇത് വണ്ടിയല്ല, ഉരുട്ടി കളിക്കാൻ. ഇത് മസാജ് ചെയ്യുന്ന സാധനം. മണിച്ചിത്രത്താൻ്റെ സങ്കരനന്ദിൻ്റെ വടിയാണ്. റേറ്റ് വരുന്നത് വെറും 900 രൂപ. സങ്കരനമ്പി സങ്കരനമ്പി റേറ്റാണ് കാളയാണോ പോത്താണോ മാനാണോ? ആടാണ്. ആടാണ് ഇല്ലേ? മലയാളം വില ഒരു 1500 രൂപ. ഇതാണ് സങ്കരം പോറ്റിയത്. നെല്ലിക്ക കാന്താരി എന്നാ വാങ്ങിക്കോ. ചെമ്പരത്തിപ്പൊടി, തുളസിപ്പൊടി. ഈ തുളസിപ്പൊടിയൊക്കെ എന്തിനാ യൂസ് ചെയ്യണേ? ചോക്ലേറ്റ് ഇതിൻ്റെ ഒരു രൂപം പറഞ്ഞുതരാം. 2 വാഷർ, 2 കമ്പി, ഇവിടെ സ്ക്രൂ 3 എണ്ണം, ഒരു നെറ്റ്, ഒരു റൗണ്ടിലുള്ളൊരു നെറ്റ്, ഇവിടെ ഇതിൻ്റെ ഊര കൊടുത്തിരിക്കുന്നത് വേറെ നെറ്റ് ഉണ്ടല്ലോ, അടിയിൽ വലിയൊരു വാഷർ. അത് വെച്ചാണ്ട് ഇങ്ങനെ ഡിസൈൻ ഉണ്ടാക്കിയ ആളെ സമ്മതിക്കണം കേട്ടോ. ഒരുപാട് ഡിസൈൻ ഉണ്ട്. ഇത് ഗിറ്റാർ വായിക്കണേ, ഇത് ചെണ്ട കൊട്ടണേ, ഇതും ചെണ്ട. ഇതെന്താ ചെണ്ട കൊട്ടണേ? അല്ല, ഇത് പീപ്പിയാ. ഇതെന്താണ്? ഇത് വേറെ പണ്ടത്തെ ബൂബിള്. അങ്ങനെ എന്തൊക്കെയാണ്. ഇതിനൊക്കെ എന്താണ് റേറ്റ്? അടിയിലുണ്ടാക്കാം. 150 രൂപ. സാംസങ്ങിൻ്റെ ഒരു കുട്ടിക്കളി കാണിച്ചത്. സൂപ്പർ. ഒന്നും കേട്ടോ സാംസങ് റേറ്റ്. ഗോലി പണ്ട് നമ്മളിങ്ങനെ വെച്ച് കളിച്ചിരുന്ന സാധനം. ഇതൊന്ന് ഇത് കാണിച്ചത്. ഇതിൻ്റെ മുഖത്തിൽ എടുത്തിട്ടുണ്ട്. എന്താണ് കൃത്യനിഷ്ഠ? ഞാൻ പോയി കുളിച്ചോണ്ട് നമ്മൾ പോകുമ്പോൾ
ഞാനാദ്യം ഇത് വീഴെന്ന് വെച്ച് കൈയൊക്കെ അറബിക്കടലിൻ്റെ സിംഗം മരക്കാരുടെ പായ്ക്കപ്പൽ റേറ്റ് വരുന്നത് 1.1 പാവം ഉറങ്ങുകയാണ് ഗൈസ്. അല്ല ഒറിജിനൽ ഉണ്ട്, അതായത് എൻ്റെ ഒരു ഫണ്ട് ഓല വെട്ടി എടുക്കണ തേനീച്ചക്കൂട് ഫ്രീയാടാ അതിനുള്ള ആ പരല് കുത്തിപ്പരലുകളാണ്, അതിന് 100 രൂപ കൊടുക്കാനില്ല. വലിയ പിരാന നമ്മളത് കഴിഞ്ഞാൽ ആടുട്ടോ ഇത് അവിടെ നിന്ന് കഴിഞ്ഞോ ഇവിടത്തെ ഇതാണോ കുതിരല്ലടാ, ഒന്ന് ഒട്ടകടാ, ഒട്ടകം. അല്ല ഒട്ടകം കൈതല്ലേ? ആ ഉണ്ട്, 2 കൈതകൾ. പക്ഷിയാണ് ഒട്ടക പക്ഷി. ചങ്ങന്മാരെ ഒട്ടക പക്ഷിയാണ്. ഏമോ അത്ര ഉണ്ടാവില്ല. ഒട്ടകം ഉണ്ടാവും, അതിൻ്റെ അടുത്ത് ഒട്ടക പക്ഷി ഉണ്ടാവും. അതെ, ഒട്ടകത്തിൻ്റെ അടുത്ത് ഒട്ടക പക്ഷീനെ അല്ലാതെ പിന്നെ യമുനാണ് നോക്കിയാ. ഒട്ടാ പൈസ അല്ല ചങ്ങന്മാരെ, യമു അല്ല, അവിടെ ഒട്ടകമില്ല, അവിടെ പക്ഷിയില്ലേ. ആട് ചെമ്മരിയാടാണോ? മൂന്നാൾക്കാർ ഇറങ്ങി മൊത്തം ആടുണ്ട്. കാണിച്ചു തരാം. ആടടാ, അതൊന്നും പ്രശ്നമില്ല. ഗൈസ്, ഇതാണ് ഹണി കോൾ. അല്ല നമ്മളെ മറ്റേ ഇതിന്റെ മാതിരി കരിമ്പ് വെള്ളം. ആറാളൊന്നും മേടിക്കണം കേട്ടോ. നമ്മളെ നാട്ടിൽ നിന്ന് വെള്ളം, അത് കുറച്ച് ഇഞ്ചി ഇട്ടുള്ളൂ. അല്ലല്ല അതൊക്കെ കമ്പനിയാണ്, എല്ലാം കമ്പനി പൈസ പേടിക്കേണ്ട. ഞാൻ എടുത്തോളൂ. കമ്പനി ഇത് കമ്പനി അല്ലല്ലോ, ഇത് കമ്പനി ആക്കണോ? ഗൈസ്, ഇതാണ് ഹണി കോള.